എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന കമ്പനിയുടെ സർവീസുകൾ വീണ്ടും പ്രതിസന്ധിയിലാകുന്നു. ഈ പ്രതിസന്ധിയിൽ വലയുന്നത് യാത്രക്കാരും. ഇന്നു പുലർച്ചെ കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് അബുദാബിയിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ വിമാന സർവീസ് കാലതാമസം നേരിട്ടതോടെ പ്രയാസത്തിലായ യാത്രക്കാരുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇന്നലെ രാത്രി 10 മണിക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് 8 മണിക്കൂറിലധികമാണ് മോശം കാലാവസ്ഥയെ തുടർന്ന് വൈകിയത്. അതേസമയം ഈ വിവരം യാത്രക്കാരെ അറിയിച്ചില്ലെന്നും ഇതിനായുള്ള മാനദണ്ഡങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസ് സ്വീകരിച്ചില്ലെന്നുമാണ് യാത്രക്കാരുടെ പരാതി. ഇതേ തുടർന്ന് കോഴിക്കോട് വിമാനത്താവളത്തിലെയും എയർ ഇന്ത്യയിലെ ജീവനക്കാരും യാത്രക്കാരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. വിമാന സർവീസിന്റെ സമയമനുസരിച്ച് കോഴിക്കോട് വിമാനത്താവളത്തിലെത്തിയ കുട്ടികളും സ്ത്രീകളും അടങ്ങിയ നിരവധി യാത്രക്കാരാണ് ഈ ബുദ്ധിമുട്ട് നേരിട്ടത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എയർ ഇന്ത്യ എക്സ്പ്രസ് നേരിടുന്നത് രൂക്ഷ വിമർശനമാണ്. ഈ അടുത്താണ് ജീവനക്കാരുടെ പെട്ടെന്നുള്ള സമരത്തെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് കേരളത്തിൽ നിന്നുള്ള കൂടുതൽ വിമാനങ്ങൾ റദ്ദാക്കിയത്. അന്ന് 30ഓളം വിമാനങ്ങൾ കരിപ്പൂരിൽ നിന്ന് മാത്രമായി റദ്ദാക്കിയിരുന്നു. പുലർച്ചെ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് വിമാനങ്ങൾ റദ്ദാക്കിയതായി യാത്രക്കാർക്ക് വിവരം ലഭിച്ചത്. അന്ന് നടത്തിയ സമരത്തിൽ യാത്ര മുടങ്ങിയ ഒരു യുവതി നേരിട്ടത് ദുഃഖകരമായ വാർത്തയാണ്. ഇക്കഴിഞ്ഞ 7-ാം തീയതിയാണ് അമൃത എന്ന യുവതിയുടെ ഭർത്താവ് നമ്പി രാജേഷ് വിദേശത്ത് അത്യാസന്ന നിലയിലാണെന്ന വാർത്ത കുടുംബത്തെ തേടിയെത്തുന്നത്. ഉടനെ കിട്ടിയ എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്തു. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി വിമാനം കയറുന്നതിന് തൊട്ടു മുൻപാണ് ഫ്ലൈറ്റ് റദ്ദാക്കിക്കൊണ്ടുള്ള അറിയിപ്പ്. സമരം പൂർത്തിയായെങ്കിലും എയർ ഇന്ത്യയുടെ അനാസ്ഥ മൂലം ഒരു നോക്ക് കാണാൻ കഴിയാതെ അമൃതയ്ക്ക് നഷ്ടപ്പെട്ടത് തന്റെ ഭർത്താവിനെയാണ്. അധികൃതരുടെ പിന്തുണയില്ലായ്മ, പുതുക്കിയ ശമ്പളഘടന തുടങ്ങിയ കാരണം കൊണ്ടാണ് എയർ ഇന്ത്യ ജീവനക്കാർ സമരം നടത്തിയത്. തുടർന്ന് ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുകയും പകുതി ജീവനക്കാർക്കെതിരെ പിരിച്ചുവിടൽ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് അവധിയെടുത്ത് പ്രതിഷേധിച്ച ജീവനക്കാരുമായി ചർച്ച നടത്തുകയും കാര്യങ്ങൾ തീർപ്പാക്കുകയും ചെയ്തു. അതേസമയം ജീവനക്കാർ സമരം പിൻവലിച്ചിട്ടും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസുകൾ റദ്ദാക്കുന്നത് തുടർന്നിരുന്നു. നിലവിലുള്ള സ്ഥിതിയിലും മാറ്റമില്ല. എയർ ഇന്ത്യ എക്സ്പ്രസ് ഈ അനാസ്ഥ തുടരുകയാണെങ്കിൽ ഇനി സമരം ചെയ്യുന്നത് ജീവനക്കാരായിരിക്കില്ല എന്നതിന്റെ ഉദാഹരണമാണ് ഇന്ന് നടന്ന യാത്രക്കാരുടെ പ്രതിഷേധം.